നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 799 799. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 799. 57 സർഗം ഭഗവാന്റെ ഉപാസനാകാന്ഡം, അതായത് ഭിക്ഷുഗീതം എന്ന് പറയും, ഭിക്ഷുഗീത എന്നും പറയാം. അതിൽ 39 ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആകയാൽ ഐഹികം പാരത്രികം എന്നിവ രണ്ടിലും മടങ്ങി നിൽക്കില്ല. ഇവ ഇല്ല എനിക്കെത്തേണ്ടതാമിടം. ഈ ഐഹികമോ പാരത്രികവുമായ സുഖസൗകര്യങ്ങളിലല്ല എനിക്ക് എത്തേണ്ടത്, എനിക്ക് മോക്ഷത്തിലാണ് എത്തേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പറഞ്ഞു, സുഖാഭാസങ്ങൾ പലതും പുറം പൂശിയിടും മാവിധം. ഈ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും സുഖം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പലതും പുറം പൂശിയിടും മാവിധം. വീടിൻ്റെ ഉള്ളിൽ വൈറ്റ് വാഷ് ചെയ്യാണ്ട് പുറത്ത് വൈറ്റ് വാഷ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. ശരീരശുദ്ധി മാത്രം വരുത്തിയിട്ട് കാര്യമില്ല, മനഃശുദ്ധി വരുത്തണം. മനഃശുദ്ധി വരുത്താൻ അവതാരം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്താണെന്നാ പറയുക, രുക്മിണി സ്വയംവരം ആഘോഷിച്ചത് കൊണ്ടോ ആയില്ല. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ബ്രഹ്മസ്വരൂപമാണെന്നും അത് നിരാകാരമാണെന്നും അത് സർവവ്യാപിയാണെന്നും സർവജ്ഞനാണെന്നും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി നമ്മളെപ്പോലെ ജീവാത്മാവ് പരമാത്മാവായിട്ടുള്ളവരെ വെറുക്കാതെ കണ്ട്, അവരെ നിഷേധിക്കാതെ കണ്ട്, അവരെ തള്ളിപ്പറയാതെ കണ്ട്, അവരെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോഴാണ് മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാവുക. അപ്പോഴാണ് ഈ തത്വമസിയും അഹം ബ്രഹ്മാസ്മി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതൊക്കെ ഫലവത്താവുള്ളൂ. ഇല്ലെങ്കിൽ പറയാൻ കുറേട് പറഞ്ഞു, അതുകൊണ്ടായില്ല. തത്വശാസ്ത്രങ്ങൾ പ്രായോഗികമായിട്ട് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിച്ചവർക്ക് ഫലമുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ സുഖാഭാസങ്ങൾ പലതും പുറം പേശിയിടും മാവിധം. പ്രവൃത്തി മാർഗങ്ങളിലേക്കെന്നെ ഇങ്ങെത്ര കാലമാം. നിവൃത്തി മാർഗം വേണം, പ്രവൃത്തി മാർഗം വേണ്ട 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 എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. വലിച്ചിഴിച്ചുകൊണ്ടിത്ര മഹത്താം ജന്മമിങ്ങനെ മനസ്സേ നീ നശിപ്പിച്ചതു ചിന്തിപ്പതില്ല ഞാൻ. എടാ കുരുത്തം കേട്ട മനസ്സേ. ആരേനെയാ പറഞ്ഞത്? അവരവരുടെ മനസ്സിനെ. എപ്പോഴും ലൗകിക ചിന്തകളിൽ ആകൃഷ്ടനായിരിക്കുന്ന മനസ്സ് കുരങ്ങിനെ പോലെ ഒരു കമ്പിൽ നിന്ന് വേറൊരു കമ്പിലേക്ക് ചാടിക്കൊണ്ട് ദൃഢചിത്തതയില്ലാതെ കണ്ട് ചഞ്ചലിപ്പോടു കൂടിയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെ ആരൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ അവരൊക്കെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, വലിച്ചിഴിച്ചുകൊണ്ട് ഇത്ര മഹത്താം ജന്മമിങ്ങനെ മനസ്സേ നീ നശിപ്പിച്ചത് അത് ചിന്തിപ്പതില്ല ഞാൻ. ഇനി എനിക്ക് അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശ്രീഹരിയുടെ തിരുവാദ പത്മങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് എന്താണെന്ന് പറയുക, ഐഹികവും പാരത്രികവുമായിട്ടുള്ള താല്പര്യമില്ല. എനിക്ക് വിഷ്ണുപാദത്തിൽ സേവ ചെയ്തിട്ടുള്ള രതി ഉണ്ടായാൽ മതി, മോക്ഷമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഭഗവത് ശരണാംബോജ മകരന്ധദ്ദുരദ്രവം മകരന്ത മധുരദ്രവം മകരന്ത മധുരദ്രവം. മധുരം ദ്രവിക്കണം. ശർക്കര കാറ്റത്ത് വെച്ചാലും അലിയാൻ തുടങ്ങും. പത്മശയിലെ നുകർന്ന് ജന്മസാഫല്യം മാർന്നേ വാഴാം നമുക്കിനി. ഒരു
ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആര് പാസ്സാക്കണം? അവരവർ പാസ്സാക്കണം. അവരവർ ആരെ പറ്റി പിന്നെ പാസ്സാക്കണം? തൻ്റെ മനസ്സിനെ ഇനി ഞാൻ പുറത്തേക്ക് വിടില്ല. ഭഗവാന്റെ തിരുവാത പത്മത്തിൽ വെച്ച് ആണി അടിച്ചിട്ടുണ്ട്. ആ ആണി എങ്ങനെയാ? സ്വന്തം നെറ്റി കൊണ്ട്. ആ നെറ്റിയാണ് ഭഗവാനിൽ അമർത്തേണ്ടത്. അപ്പോൾ അമർത്തണയിൽ ആര് അവിടെ ലയിക്കണം? ഈ ശബരിമലയ്ക്ക് നെയ്ത്തേങ്ങ കൊണ്ടുപോകുമ്പോൾ പപ്പടം വെള്ളത്തിലിട്ട് പശയാക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ തേക്കും. ഇത് നെറ്റി കൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് തേക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഋഷീന്ദ്രർ പണ്ടുള്ളവർ പോയ മാർഗം ഇതാണ്, ഇതിൽ തെല്ലിനി നീങ്ങിടാതെ. ഞാനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഋഷീന്ദ്രർ ജ്ഞാനപരിപൂർണന്മാരായ മുനീശ്വരന്മാർ പണ്ടുള്ളവർ പോയ മാർഗം ഇതാണ്, ഇതിൽ തെല്ലിനി നീങ്ങിടാതെ. മുകുന്ദപാദാംബുജം ആശ്രയിച്ച് ഭവാത്തി തന്നക്കര പറ്റിടും ഞാൻ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മുകുന്ദപാദാംബുജം ആശ്രയിച്ച് ഭവാത്തി തന്നക്കര പറ്റിടും ഞാൻ. ഇനി പറയണു, ഈ വണ്ണം ഈശാനുഗൃഹീതമായൊരൻ ജീവിതം പാവനം മല്ലി, മേലാൽ പിറന്നിടുന്നോർക്കൊരു പുണ്യപാഠം ആമെങ്കിൽ ഈ മാതിരി ചിന്ത മൂലം. ഞാനിതിങ്ങനെ തുറന്നു പറയണത് എന്തിനാ എന്ന് അവധൂത ബ്രാഹ്മണൻ വാശി പിടിച്ച് പറയാണ്. ഈ വണ്ണം ഈശാനുഗൃഹീതമായൊരൻ ജീവിതം പാവനമല്ലി. അല്ലേ? അതെ. ഈ ഞാൻ അല്ലി മേലാൽ പിറന്നിടുന്നോർക്കൊരു, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു പുണ്യപാഠം ആം എങ്കിൽ ഈ മാതിരി ചിന്ത മൂലം അത്യന്തം ആനന്ദനിമഗ്നനായ മഹീസുരൻ മെല്ലെ നദീജലത്തിൽ ഇറങ്ങി മുങ്ങി പുതുതായ ജന്മം കൈവന്ന പോലോർത്തു പരം വിളങ്ങി. എന്താ ഒരു 3 ഡയമെൻഷനിലൊന്ന് കണ്ടു നോക്കൂ. അത്യന്തമാനന്ദ നിമഗ്നനായ മഹീസുരൻ. മഹി ഭൂമി എന്നർത്ഥം. ഭൂമിയിലെ ദേവന്മാരാണ് ആര്? ബ്രഹ്മണ്യമുള്ളവർ. ബ്രാഹ്മണരെന്ന് ഞാൻ പറഞ്ഞില്ല, ബ്രാഹ്മണ്യമുള്ളവർ. അപ്പോൾ അത്യന്തമാനന്ദ നിമഗ്നനായ മഹീസുരൻ മെല്ലെ നദീജലത്തിൽ ഇറങ്ങി മുങ്ങി പുതുതായ ജന്മം കൈവന്ന പോലോർത്തു പരം വിളങ്ങി. ധനം നശിച്ചും സ്വജനം ത്യജിച്ചും വിമൂഢർ നിന്നിച്ചും അടങ്ങിടാതെ വിരക്തനായൻ പദമാശ്രയിച്ചു. വിരക്തനായിട്ട് ഭഗവാന്റെ പദം ആരാശ്രയിക്കണം? അപ്പോൾ ഭഗവാന്റെ മുമ്പ് പോയിട്ട് എൻ്റെ മകൾക്ക് ആൺകുട്ടി പറക്കണേ എന്ന് പറഞ്ഞ് മാറത്തടിക്കരുത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കരുത്. കാരണം എന്താ? അത് ലൗകികമാണ്. അതല്ല അവിടെ ചോദിക്കേണ്ടത്. മോക്ഷം തരണേ, മോക്ഷം തരണേ, എനിക്ക് ഇനി ജന്മമരണങ്ങളില്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കണേ എന്നാണ്. അപ്പോൾ ധനം നശിച്ചും സ്വജനം ത്യജിച്ചും വിമൂഢർ നിന്നിച്ചും അനങ്ങിടാതെ വിരക്തനായൻ പദമാശ്രയിച്ച് വിപ്രേന്ദ്രൻ അന്നിങ്ങനെ പാടി വീണ്ടും. എന്താ പറഞ്ഞത്? പാടിയത് മറ്റാരുമല്ല ദുഃഖാദി മൂലം ഉൾക്കാമ്പു മാത്രമാം. മറ്റാരുമല്ല ദുഃഖാദി മൂലം ഉൾക്കാമ്പ്. മനസ്സാണ്. നിന്നീ അപ്പോൾ ഉൾക്കാമ്പ് മാത്രമാം ശത്രുമിത്രാദി സംസാരകാര്യം എല്ലാം അതിൻ പണി. ആര് ശത്രുക്കൾ, ആര് മിത്രന്മാരെന്ന് ആരാ പറഞ്ഞത്? മനസ്സ്. ആ മനസ്സിനെ ഭഗവാനിൽ നെറ്റുകൊണ്ട് അടിച്ച് തളച്ചിടുക.
മറ്റാരുമല്ല ദുഃഖാദി മൂലം ഉൾക്കാമ്പു മാത്രമാം ശത്രുമിത്രാദി സംസാരകാര്യം എല്ലാം അതിൻ പണി ആകയാൽ ഇത് അടക്കേണം. ഏതിനെ അടക്കണം എന്നാ പറഞ്ഞത്? മനസ്സിനെ അടക്കേണം ഭക്തിഭാവിത ബുദ്ധിയാൽ. എന്തുകൊണ്ട് അടക്കണം? ഭക്തിഭാവ ബുദ്ധിയാൽ. എത്ര തന്നെ പണിപ്പെട്ടും ഇതൊന്നും യോഗസംഗ്രഹം മനസ്സൊതുക്കാൻ വിഷമിക്കുവോർക്ക് ഈ മാധുര്യമേറിയിടിന ഭിക്ഷുഗീതം. മനസ്സൊതുക്കാൻ വിഷമിക്കുവോർക്ക് ഈ മാധുര്യമേറിയിടിന ഭിക്ഷുഗീതം. രസായനം പോലഭികാമ്യം, രസായനം പോലഭികാമ്യം ആത്മഗുണപ്രദം സംശയമില്ല തെല്ലും. രസായനം പോൽ അഭികാമ്യം ആത്മഗുണപ്രദം സംശയമില്ല തെല്ലും. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ സപ്തപഞ്ചാശ സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. 58-ാം സർഗം തുടങ്ങുക. സാഖ്യാനിരൂപണം, സാഖ്യാശാസ്ത്രം. ഇനി മറ്റൊരു മാർഗം ഞാൻ അങ്ങയോടുര ചെയ്തിടാം. ഭഗവാൻ ഉദ്ധവരോട് പറയാ, ഇനി മറ്റൊരു മാർഗം ഞാൻ അങ്ങയോടുര ചെയ്തിടാം. സാഖ്യം മുമ്പുണ്ടായിരുന്ന മുനിമാരുര ചെയ്തതാം. ഞാനല്ല പറഞ്ഞത് കേട്ടോ, എനിക്ക് വേണ്ടി മുനീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത്. ഇതൊന്നറിയുകിൽ തന്നെ സുഖദുഃഖാദി വിഭ്രമം നീങ്ങും ദേഹാത്മസംബന്ധം അകന്നീടും അസംശയം. ഭഗവാൻ അസന്നിഗ്ധനായിട്ട് പറയാ, ഇതൊന്ന് അറിയുകിൽ തന്നെ സുഖദുഃഖാദി വിഭ്രമം, സുഖം ദുഃഖം എന്നുള്ള വിഭ്രമം നീങ്ങും ദേഹാത്മസംബന്ധമകന്നീടും അസംശയം. എന്നിട്ട് പറയണു, ജീവൻ പ്രകൃതി എന്നുള്ള ഭേദം ഇല്ലാതൊരേ വിധം. ജീവനും പ്രകൃതിയും വേറെയാണെന്ന് വിചാരിക്കണ്ട. കാരണം പ്രകൃതിയുടെ നിയന്താവും നിയാമകനും ബ്രഹ്മാണ്. ആ ബ്രഹ്മത്തിൻ്റെ അരുമ പേരാണ് ജീവൻ എന്നുള്ളത്. ജീവൻ പ്രകൃതി എന്നുള്ള ഭേദമില്ലാതൊരേ വിധം നാമരൂപ വിഭാഗങ്ങൾ. തിരുമനസ്സേ എന്ന് വിളിച്ചാലും, തിരുമേനി എന്ന് വിളിച്ചാലും, നമ്പൂരി എന്ന് വിളിച്ചാലും, ഭട്ടതിരിപ്പാടെന്ന് വിളിച്ചാലും ഒക്കെ ഒരൊറ്റ ആളെയാണ് വിളിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. ഭേദമില്ലാതൊരേ വിധം നാമരൂപവിഭാഗങ്ങൾ. നാമരൂപവിഭാഗങ്ങൾ കൂടാതെങ്ങുമേകമായി. കൂടാതെ നാമരൂപ വിഭാഗങ്ങൾ കൂടാതെ എങ്ങെങ്ങും ഏകമായി. എങ്ങെങ്ങും എവിടെയാണെങ്കിലും ഏകമായി. ദ്രഷ്ടാവും ദൃശ്യവും സർവം ബ്രഹ്മത്തിൽ തന്നെ ലീനമായി. ആര് കാണുന്നു? എന്ത് കാണുന്നു? സർവം ബ്രഹ്മത്തിൽ തന്നെ ലീനമായി. ആ മട്ട് അവസ്ഥയൊന്നുണ്ടായിരുന്നു. യദുനന്ദന, യദുനന്ദന. യദുകുലത്തിലെ കേമനാണ് ആര്? ഉദ്ധവര്. യുഗവ്യവസ്ഥയ്ക്കു മുമ്പിൽ, യുഗവ്യവസ്ഥ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. യുഗവസ്ഥയ്ക്കു മുമ്പിൽ പ്രളയത്തിങ്കൽ ഏവരും വിവേക നിപുണന്മാരാണ്. എന്നാൽ കൃതയുഗാദികളിൽ വാഗ്മനസ്സുകളാരും തൊടാത്ത പരമാം പൊരുൾ, തൊടാത്ത പരമാം പൊരുൾ. വാഗ്മനസ്സുകളാൽ ആരും തൊടാത്ത പരമാം പൊരുൾ ഫലമായും ദൃശ്യമായും വിളങ്ങി ഇരുമട്ടിലായി. ഫലമായും ദൃശ്യമായും വിളങ്ങി ഇരുമട്ടിലായി. 2 മട്ടിൽ. അതിൽ ഫലം പുമാൻ ജ്ഞാനസ്വരൂപൻ ജീവനായവൻ. അതിൽ ഫലം, അതിൽ ഫലം അനുഭവിച്ചത് അല്ലേ?
ജ്ഞാനസ്വരൂപൻ ജീവനായവൻ മറ്റേത് അതിൽ പ്രകൃതിയാം കാര്യകാരണരൂപിണി. ഈ കാര്യകാരണരൂപിണിയായിരിക്കുന്ന മായ ഇല്ലെങ്കിലും നമ്മൾക്ക് പറ്റില്ല. എന്താ അങ്ങനെ പറയാൻ? സഭയിൽ അസഭ്യമില്ല. ഇനി അതാദ്യം പറയട്ടെ. ഭാര്യയെ പുലുകുമ്പോൾ ഇനി അങ്ങനെ പറയാം, വിവാഹം കഴിച്ച ഭാര്യനെ പുലുകാറുണ്ട്, അമ്മയെ പുലുകാറുണ്ട്, സ്നേഹിതനെ പുലുകാറുണ്ട്, പെങ്ങളെ സഹോദരീനെ പുലുകാറുണ്ട്. ഇവിടൊക്കെ മായയുടെ നിയന്താവായിരിക്കുന്ന ജഗദീശ്വരൻ്റെ പ്രമാണം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്. ഇല്ലെങ്കിലത്തെ സ്ഥിതി എന്താ? അലക്കിട്ടിട്ട് ഇല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മായ വേണം. അപ്പോൾ ഈ ഭാഗവതം ആകുന്ന കഥ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ അതാത് സമയത്ത് യശോദമ്മയുടെ അടുത്തും ദേവകി ദേവിയുടെ അടുത്തും മായയെ ഉപയോഗിച്ചിട്ടില്ലായെങ്കിൽ നമ്മൾക്ക് ഈ കഥ കിട്ടുമോ? കഥ കിട്ടില്ല. മായ വേണം. പക്ഷെ മായയെ തിരിച്ചറിയാൻ സാധിക്കണം. മായയിൽ നമ്മൾ സ്വയം കുടുങ്ങാനും പാടില്ല. ഭാര്യനെ പുലുകുമ്പോഴും ഭർത്താവിനെ ആശ്ലേഷിക്കുമ്പോഴും മായയാണ് എന്നുള്ളത് ഓർമ്മ വേണം. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ കാഞ്ഞു പോയാൽ തൂങ്ങി മരിക്കാൻ നിൽക്കരുത്. അപ്പം എന്താ, ഈ തൂങ്ങി മരിച്ച ആൾ, ഈ കാഞ്ഞ ആൾക്ക് പിന്നെ മുക്തി കിട്ടിയിട്ടുണ്ടാവും. വിവരമില്ലാണ്ട് തൂങ്ങി മരിച്ച ആൾക്ക് പുനരഭിജനനം ഉറപ്പായി. കാരണം എന്താ? പാപങ്ങൾ അനുഭവിക്കണം, ബ്രഹ്മഹത്യാ പാപങ്ങൾ അനുഭവിക്കണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ പറയണു, ജീവന്മാർക്കൊക്കെയും തക്ക സന്ദർഭം കൈവരുത്തുവാൻ എന്നെ താനാശ്രയിപ്പോർക്ക് ജന്മം സഫലമാക്കുവാൻ. ഇതിലും ഇത് എന്താ രസാനുഭൂതി. ജീവന്മാർക്കൊക്കെയും തക്ക സന്ദർഭം കൈവരുത്തുവാൻ എന്നെ താനാശ്രയിപ്പോർക്ക് ജന്മം സഫലമാക്കുവാൻ. കാലസ്വരൂപി ഞാൻ ക്ഷോഭം പ്രകൃതിക്കരുളിയിടവേ തെളിഞ്ഞു 3 ഗുണവും ജീവാദൃഷ്ടാനുകൂലമായി. ജീവന് അനുകൂലമായിട്ട് വരണം നമ്മുടെ ഉപാസന. നമ്മളെ സ്വയം ജയിലിൽ എത്തിക്കുന്ന രീതിയിൽ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനമ്മമാർക്ക് കൂടി മാനഹാനി അല്ലേ? കാലസ്വരൂപി ഞാൻ ക്ഷോഭം പ്രകൃതി. അപ്പോൾ എന്നെ താനാശ്രയിപ്പോർക്ക് ജന്മം സഫലമാക്കുവാൻ. കാലസ്വരൂപി ഞാൻ, ഭഗവാൻ പറയണം, ഞാൻ കാലസ്വരൂപി ഞാൻ ക്ഷോഭം പ്രകൃതിക്കരുളിയിടവേ. പ്രകൃതിക്ക് ഞാൻ എന്ത് ചെയ്യും? ക്ഷോഭത്തെ കൊടുക്കും. തെളിഞ്ഞു 3 ഗുണവും ജീവാദൃഷ്ടാനുകൂലമായി. ക്രിയാശക്തി 7 സൂത്രം സത്വാദികളിൽ നിന്നുടൻ സഞ്ജാതമായത്. അതോടൊപ്പം മഹത്തത്വവും അങ്ങിനെ. മഹത്തിൽ നിന്ന് അഹങ്കാരം ദേഹാത്മഭ്രമകാരണം. ഈ അഹങ്കാരം എന്തിനു വേണ്ടിയിട്ടാണ്? ദേഹാത്മഭ്രമകാരണം. മൊട്ടിട്ടു ചോപ്പ്, വെളുപ്പ്, ചോപ്പ്, കറുപ്പഴും 3 തളാർന്നതായി. ആകെ 3 കളറേ ഉള്ളൂ: വെളുപ്പ്, കറുപ്പ്, ചോപ്പ്. ഈ കൊടിമരത്തിലെ കൊടി പാറും ദേവാലയങ്ങളിൽ. അതിലെന്താ? വെള്ളയും കറുപ്പും ചുവപ്പും മാത്രമേ ഉള്ളൂ. മഞ്ഞ വേണ്ട, ഇതിൻ്റെ കോൺഗ്ലോമറേഷനിലാവും. അപ്പോൾ ക്രിയാശക്തി, അപ്പോൾ പറഞ്ഞു ക്രിയാശക്തി 7 സൂത്രം സത്വാദികളിൽ നിന്നുടൻ സഞ്ജാതമായി ആയത്. അതോടൊപ്പം മഹത്തത്വവും അങ്ങിനെ. മഹത്തിൽ നിന്ന് അഹങ്കാരം ദേഹാത്മഭ്രമകാരണം. മൊട്ടിട്ട് ചോപ്പ് കറുപ്പഴും 3 തളാർന്നതായി. ശബ്ദാദികൾ മനസ്സ് ഇന്ദ്രിയങ്ങൾക്കും ഹേതുഭൂതമായി. സ്വയം പ്രകാശമില്ലാതെ കേവലം ജഡമെങ്കിലും ജീവൻ്റെ ചർച്ചയാൽ മാത്രം ഈ ശരീരം
ജീവൻ്റെ ചേർച്ച ശരീരത്തിന് വരുമ്പോൾ ഇതെല്ലാം എന്താണെന്നാ പറയുക, പിന്നെ ജീവസ് വരും. അതിന് ജീവൻ്റെ ചേർച്ചയാൽ മാത്രം തള്ളലാർന്നതായി ഇതിൻ്റെ താമസം മുമ്പാം 3 രൂപത്തിൽ നിന്നുമാം ഭൂതങ്ങൾ, ഇന്ദ്രിയം, ദേവൻ മനസ്സ് എന്നിവ തൻ ജനി മഹാൻ മുൻപായ തത്വങ്ങളെന്നാൽ സംപ്രേരിതങ്ങളായി. ഈ പ്രേരണ ആരാ കൊടുക്കുന്നത്? പ്രേരണ തരുന്നത് ഈശ്വരനാണ്. എവിടെ ഇരുന്നിട്ടാണ് തരുന്നത്? ക്ഷേത്രത്തിൽ ഇരുന്നിട്ടല്ല, ഉള്ളിലിരുന്നിട്ടാണ്. അവരവരുടെ തന്ത്രി ക്രിയാമാർഗത്തിൽ കൂടെ താന്ത്രികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം 21 വയസ്സായ യുവാവാണെങ്കിലും 45 വയസ്സായിട്ടുള്ള മധ്യവയസ്കനാണെങ്കിലും 60, 70, 80 ആയിട്ടുള്ള വയസ്സനാണെങ്കിലും പ്രേരണ അല്ലേ? അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്സവാദികളൊക്കെ നിറവേറ്റണ തന്ത്രിയുടെ ഉള്ളിലിരിപ്പ് അല്ലേ? പ്രേരണ. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവൻ്റെ ചേർച്ചയാൽ മാത്രം തള്ളലാർന്നതായി ഇതിൻ്റെ താമസം മുമ്പാം 3 രൂപത്തിൽ നിന്നുമാം ഭൂതങ്ങൾ, ഇന്ദ്രിയം, ദേവ, മനസ്സ് ഇവ തഞ്ജനി മഹാൻ മുൻപായ തത്വങ്ങളെന്നാൽ സംപ്രേരിതങ്ങളായി ഉളവാക്കിയിടാനൊത്ത് ചേർന്ന് എനിക്കുത്തമാലയം. ഈ ശരീരം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അത് രാജഗോപാലൻ്റെ ആണെങ്കിലും ശരി, വേറൊരാളുടെ ആണെങ്കിലും ശരി. ഉളവാക്കിയിടിനാർ ഒത്തുചേർന്നെനിക്കുത്തമാലയം. വെള്ളത്തിൽ മേവും ബ്രഹ്മാണ്ടത്തിങ്കൽ ഞാൻ ആദികാരണം. അപ്പോൾ ഞാൻ എനിക്ക് വ്യവഹരിക്കാൻ വേണ്ടി എത്രയോ ശരീരങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ശരീരത്തിലൊക്കെ ഞാനാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ഗൗനിക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ ബഹുമാനിക്കാൻ ഞാൻ അറിയണ്ടേ? മറ്റുള്ളവരുടെ ശരീരത്തിലുള്ള ചൈതന്യത്തിനെ ഞാൻ ബഹുമാനിക്കണ്ടേ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഉളവാക്കിയിടാനൊത്ത് ചേർന്ന് എനിക്കുത്തമാലയം ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ മനസ്സിലാക്കിയ സമയത്ത് ഉത്തമാലയം. വെള്ളത്തിൽ മേവും ബ്രഹ്മാണ്ടത്തിങ്കൽ ഞാൻ ആദികാരണം. വാഴ്കെ എൻ വിശ്വമാം നാഭിപത്മത്തിൽ ഉളവാമജൻ. വാഴ്കെ ഞാൻ വെള്ളത്തിൽ വാഴുകെ, അതായത് അനന്തശായി ആയിട്ട് ഞാൻ വാഴുകെ. വിശ്വമാം നാഭിപത്മത്തിൽ ഒരു താമര അല്ലാതെ വിശ്വമാകുന്ന താമരയാണ്. ചിത്രകാരൻ്റെ പണി ചെയ്തു. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ആരാ? അവരവരല്ലേ മനസ്സിലാക്കേണ്ടത്. താമരയിലല്ല. ബ്രഹ്മാവ് ഇരിക്കണത് എവിടെ? ഭൂമിയിലാണ്, താമരയിലല്ല. വാഴ്കയൻ വിശ്വമാം നാഭി പത്മത്തിലുളവാമജൻ തപസ്സാൽ എൻ പ്രീതി പൂണ്ട്. തപസ് ചെയ്യാതെ കണ്ട് പ്രീതി ഉണ്ടാവില്ല. തപസ്സാൽ എൻ പ്രീതി പൂണ്ട് വിരജിച്ചു രജസിനാൽ ഭൂമി, അന്തരീക്ഷ, സ്വർഗങ്ങൾ അവ പാലിക്കുവോരെയും. ഭൂമി, അന്തരീക്ഷം, സ്വർഗം ദേവന്മാർ, ഭൂമിയിൽ മനുഷ്യന്മാർ, 84 ലക്ഷം ജീവജാലങ്ങൾ, അന്തരീക്ഷത്തിലുള്ള കൃമികീടങ്ങൾ, പശുപക്ഷികൾ ഒക്കെ. സ്വർഗം വിണ്ണോർക്ക് മർത്യർക്കു ഭൂമി ഇങ് അന്തരീക്ഷം ഭൂതങ്ങൾക്ക്. എന്താ ഒരു PhD എടുക്കാം. ഈ ഒരു സബ്ജക്റ്റിൽ നമുക്കൊരു PhD എടുക്കാം. ഇപ്പോൾ ഈ LLBക്കൊക്കെ ഓപ്പൺ ബുക്ക് ഉണ്ട്. ഓപ്പൺ ബുക്ക് ആൻസർ എഴുതാം. പക്ഷെ അറിയണം ഏത് പേജിൽ ഏത് വോള്യത്തിൽ എന്താ ഉള്ളത് എന്നൊക്കെ. അതന്നെ എവിടെയും പ്രശ്നം. ഭൂതങ്ങൾക്ക് ഇവ തൻ മോളിലാണ് സിദ്ധർക്കെഴും പദം. സിദ്ധന്മാർക്ക് എവിടെയാണ്? ഭൂതങ്ങൾക്ക് ഇവൻ തൻ മോളിലാണ് സിദ്ധർക്കെഴും പദം.
ഭൂമി തൻ കീഴിലാം നാഗദൈത്യന്മാർക്കണു നികേതനം കർമ്മത്തിൻ ഗതി ഈ വണ്ണം. ഇതൊക്കെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? കർമ്മത്തിൻ ഗതി ഈ വണ്ണം മൂന്ന് ലോകത്തിനുള്ളിലാം സന്യാസിക്കും തപസ്സിക്കും യോഗിക്കും ശുദ്ധമാം ഗതി. സന്യാസിക്ക്, തപസ്സിക്ക്, യോഗിക്കും ശുദ്ധമാം ഗതി. സത്യലോകം, തപോലോകം, മാമഹർജനലോകവും ലോകം ആമഹർജനലോകവും. ഭക്തന്നു ഗതി വൈകുണ്ഠം ഭക്തന്നു ഗതി വൈകുണ്ഠം. ഹരേ എന്ന് തന്നെ എഴുതണം അവിടെ. അല്ലാണ്ട് സ്വർഗല്ല. ഭക്തന്നു ഗതി വൈകുണ്ഠം കർമ്മത്തിൽ തന്നെ തങ്ങുവോൻ കാലാത്മാവായ ഞാൻ മൂലം സംസാരത്തിങ്കൽ ഈ വിധം. ഹരേ. എന്തൊക്കെയാണ് ഇതിലുള്ളത് ആലോചിച്ച് നോക്കുക. ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മൂലം ഭാഗവതം വായിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മുടെ അമ്മിഞ്ഞപ്പാല് മലയാളമാണ്. അമ്മയുടെ ദൂത് അല്ലേ, അമ്മിഞ്ഞപ്പാല് മലയാള ഭാഷയാണ്. മലയാളത്തിൽ വെച്ച് കാച്ചി കുറുക്കി തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് സേവിക്കണില്ല? എന്ത് ഈ നാരായണീയം ഇത്ര ഭ്രമം? മിനി നാരായണീയം. അത് വന്നവർക്കൊക്കെ ജാക്കറ്റ് പീസും ബ്ലൗസ് പീസും സ്റ്റീലിൻ്റെ വാട്ടിയും കൊടുത്താൽ നാരായണീയം ഗംഭീരമായോ? എനിക്കറിയില്ല. ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എൻ്റെ കപ്പിൽ എന്താ അമൃതാണ് വിളമ്പണത്. എന്താ അത്? മനസ്സാകുന്ന പാത്രത്തിലേക്ക് ആത്മാവ് പകരണമെന്നർത്ഥം. വേണ്ടവർക്ക് സ്വീകരിക്കാൻ, വേണ്ടാത്തവർക്ക് സ്വീകരിക്കേണ്ട. എനിക്കൊരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കാലാത്മാവായ ഞാൻ മൂലം സംസാരത്തിങ്കൽ ഈ വിധം മുങ്ങിയും പൊങ്ങിയും കൊണ്ടേ കഴിയുന്നു ജഗത്തിതിൽ. വലുതോ ചെറുതോ അചേതനമശേഷവും. വലുതാവാം, ചെറുതാവാം. ചേതന തേജസ് ഉള്ളതെന്നർത്ഥം. അചേതന, ചേതന ഇല്ലാത്തത്. പുമാൻ പ്രകൃതിയും ചേർന്ന് മാത്രം രൂപങ്ങളാർന്നതാം. രൂപങ്ങളുണ്ടായതെങ്ങനെ? വലുതോ ചെറുതോ അചേതനമശേഷവും പുമാൻ പ്രകൃതിയും ചേർന്ന് മാത്രം രൂപങ്ങളാർന്നതാം. കാരണത്തിങ്കൽ നിന്ന് അന്യമല്ല കാര്യമൊരിക്കലും. കാരണമില്ലാണ്ട കാര്യമില്ല, കാര്യമില്ലാണ്ട കാരണമില്ല. കാരണത്തിങ്കൽ നിന്നന്യമല്ല കാര്യമൊരിക്കലും. സ്വർണം താനല്ലീ വളയും മാലയും മോതിരങ്ങളും. വെള്ളിയാച്ച വെള്ളി, മണ്ണാച്ച മണ്ണ്, പിച്ചളാച്ച പിച്ചള, ഓടാണെങ്കിൽ ഓട്, സ്വർണ്ണമാണെങ്കിൽ സ്വർണം. സ്വർണം താനല്ലീ വളയും മാലയും മോതിരങ്ങളും. ആദ്യന്തം ഏതാണേതിനും അതാം മധ്യവും ഓർത്തിടാം. ആദ്യവും അന്തവും ഏതാണ് അതിന് അതാം മധ്യവും ഓർത്തിടാം. ഇക്ഷൂണാം ഒരു വാക്ക് മൂലത്തിൽ കരിമ്പൻ തണ്ടെന്നർത്ഥം. ഇക്ഷൂണാം എവിടെ കടിച്ചാലും മധുര. പക്ഷെ തലയ്ക്ക് ഇല കടിച്ചാൽ ഉണ്ടാവില്ല. സ്കന്ധത്തിൽ എവിടെ കടിച്ചാലും മധുരമാണ്. ആദ്യന്തമേതാണ് അതിനും അതാം മധ്യവുമോർത്തിടാം. കൂട്ടത്തിനേതാണ് ആദ്യന്തം അതേ മൺ തന്നെ ഇപ്പോഴും. കൂട്ടത്തിലല്ല, കുടത്തിനെ നട്ടോ. അത് ഞാൻ വായിച്ച് തെറ്റിയതാ. കുടത്തിനേതാണ് ആദ്യന്തം അതേ മൺ തന്നെ ഇപ്പോഴും. നാമവും രൂപവും മറ്റും ആവശ്യത്തിനു വേണ്ടിയാം. നാമവും രൂപവും നാമവും രൂപവും മറ്റും ആവശ്യത്തിനു വേണ്ടിയാം. വെറും താൽക്കാലികാവസ്ഥ മാറി മാറി വരുന്നതാം. ഒരാളുടെ പേര് അതേപോലെ നിൽക്കണു, പക്ഷെ ആളുടെ രൂപം ഓരോ നിമിഷം കൂടുമ്പോഴും മാറണില്ലേ? ബാലാവസ്ഥ തന്നെയാണോ? അല്ലല്ലോ.
ജരാനരകൾ വന്ന് തീരുന്നത് വരെ ആ പേരുണ്ടല്ലേ. വെറും താൽക്കാലികാവസ്ഥ മാറി മാറി വരുന്നതാം പുമാൻ കാലം പ്രകൃതിയും. കാര്യമല്ലെങ്കിൽ എങ്ങനെ, കാര്യമില്ലെങ്കിൽ എങ്ങനെ, ബ്രഹ്മത്തിന് അദ്വൈതാവസ്ഥ ശങ്കിക്കായകതുമോദിടാം. അവിടെ നിർത്താം. നല്ലൊരു സ്ഥലത്താ. എന്താ നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണോ പോണ്ടേ എന്നുള്ളത് മനസ്സ് പറയണം, പ്രൊസീഡ്. അല്ലെങ്കിൽ ഇവിടെ സ്റ്റക്കാവും. ബ്രഹ്മത്തിന് അദ്വൈതാവസ്ഥ ശങ്കിക്കായക, അതും അദ്വൈതമില്ലാണ്ട് ദ്വൈതത്തിൽ കളിക്കരുത്. അദ്വൈതം രണ്ടെന്നില്ല, ഒന്നേ ഉള്ളൂ. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ബ്രഹ്മത്തിന് അദ്വൈതാവസ്ഥ ശങ്കിക്കായിക, അതും മോദിടാം. അത് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.